ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ തിക്കായുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ചിക്കൻ ബ്രസ്റ്റ് വെച്ചാണ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സാലഡും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാലഡിന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തുവാണ് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഒക്കെ ചേർക്കാം. ഞാൻ കുക്കുംബർ, അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം, കുറച്ച് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. സലാഡ് ടൊമാറ്റോയും സാധാ ടൊമാറ്റോയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റ്യൂസ്, നല്ല ക്രിസ്പി ലെറ്റ്യൂസാണ്. ഇപ്പം ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും എല്ലാം കൂടെ അരിയാൻ വേണ്ടി ഞാൻ മെനക്കെട്ടില്ല. കുറച്ച് ലെറ്റ്യൂസും ഇവിടെ ലെറ്റ്യൂസും അതുപോലെ തന്നെ കുക്കുംബറും ആണെങ്കിലും ഇവർക്ക് ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോയും ക്യാപ്സിക്കും ഒക്കെ ചേർത്തു. ഇനി ഇതിനൊരു ഈസി മാരിനേഷന് വേണ്ടി ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് ഹണിയും നാരങ്ങാനീരും അതുപോലെ ഉപ്പും, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഹണി, ഒലിവ് ഓയില്, നാരങ്ങാനീര്, സോൾട്ട്. അപ്പോൾ ഇതുകൂടെ ഇതിനകത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ബ്ലാക്ക് പെപ്പർ കൂടെ ചേർത്തിട്ടുണ്ട്. അത് പറയാൻ ഞാൻ മറന്നുപോയി. ക്രഷ് ചെയ്ത കുറച്ച് ബ്ലാക്ക് പെപ്പറും സോൾട്ട്, ലെമൺ ജ്യൂസ്, ഒലിവ് ഓയിൽ, ഹണി. അപ്പോൾ ഈസി മാരിനേഷൻ. നല്ല അടിപൊളി സലാഡ്. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സലാഡ് റെഡിയായി. ഇനി ചിക്കൻ തിക്ക റെഡിയാവുമ്പോൾ നമ്മളുടെ ഡിന്നറും റെഡിയാവും. നമ്മൾ ചിക്കൻ തിക്കായിക്ക് വേണ്ടിയുള്ള ചിക്കൻ ബ്രസ്റ്റ് ഇത് 800 ഉണ്ട്. 1 കിലോയും 800 ഗ്രാമും. അപ്പം ഇത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഒരുപാട് വലിപ്പത്തിലല്ല, ഒരു മീഡിയം കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട്, ഒരുപാട് വലിപ്പമില്ല, ഒരു മീഡിയം കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മാരിനേഷൻ കൊടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്, ടീസ്പൂണിനാണ്. അതുപോലെ ഒരു മുറി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ഹോം മെയ്ഡ്. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താണ്. അത് 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിനകത്ത് അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞെടുത്ത് ഒരു മാരിനേഷൻ കൂടെ കൊടുക്കണം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വരെ ആദ്യത്തെ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു അരമണിക്കൂറോളം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് ഫസ്റ്റ് മാരിനേഷൻ കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ ഒരു 20 മിനിറ്റോളമായി. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ കൊടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതനുസരിച്ച് കാശ്മീരി ചില്ലിയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെ ഓയില്, ഞാനിത് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 2 സ്പൂണുണ്ട് ഓയില്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. അതുപോലെ കുറച്ച് ക്യൂമിൻ പൗഡർ ചേർക്കും. ക്യൂമിൻ പൗഡർ ഒരു ടീസ്പൂണാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല, പെപ്പർ പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മേത്തി, അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല കട്ട തൈര് ഒരു 2 സ്പൂണോളം ഉണ്ട്. ആദ്യം നാരങ്ങാനീര് ചേർത്ത് വെച്ചു, ഇപ്പം തൈര്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനിയും വീണ്ടും ഒരു അരമണിക്കൂറൂടെ ഇത് പിടിപ്പിച്ച് വെക്കണം. അപ്പോഴാണ് ഈ മസാലയെല്ലാം നല്ലവണ്ണം ഈ ചിക്കൻ പീസുകളിൽ പിടിച്ചിരിക്കുന്നത്. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് ഈ ചിക്കനിൽ ഈ മസാലയെല്ലാം ഒന്ന് ചേർത്തിട്ട് ഇനി അരമണിക്കൂറൂടെ
വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഇനിയും ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് മുങ്ങിക്കിടക്കുന്ന പോലല്ല, ഷാലോ ഫ്രൈ ചെയ്യുവാണേ. 5 മിനിറ്റ് വെച്ച് ഓരോ സൈഡും കിടന്നാൽ മതി. ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ, അത് ചിക്കൻ ബ്രസ്റ്റ് അതിന് ഒരുപാട് വേവില്ല. അപ്പം നമുക്കിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. മാരിനേഷനിൽ നമ്മൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് എണ്ണ മതി, അതിൽ നിന്ന് എണ്ണ ഇറങ്ങും. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേകുന്നത് വരെ 5 മിനിറ്റ് ഒരു സൈഡ് കഴിയുമ്പം ചെയ്യണം. അപ്പം നമുക്കൊന്ന് അടച്ചും കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ ഉള്ളു നല്ലവണ്ണം വേകുകയും ചെയ്യും. വെളിയിൽ നല്ലൊരു സ്മോക്കി എഫക്റ്റും ആ ചിക്കൻ പീസുകൾക്ക് കിട്ടും. ഇപ്പം ഫ്ലിപ്പ് ഓവർ ചെയ്തിട്ടുണ്ട് ചിക്കൻ പീസുകൾ. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ ഓയിലും ഈ മസാലകളും ഒക്കെ ഈ ചിക്കനിലോട്ട് നമുക്ക് ഒന്ന് എടുത്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം നല്ല പുറമേ നല്ല, ഇപ്പം കണ്ടോ, നല്ല സ്മോക്ക് എഫക്റ്റും കിട്ടും ഈ ഒരു ഫ്രൈങ് പാനിൽ ഇങ്ങനെ ചെയ്യുമ്പം ചിക്കൻ ടിക്ക ഉണ്ടാക്കുമ്പോഴേ. അതുപോലെ തന്നെ അകം നല്ല ജ്യൂസി ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് അടച്ചു കൊടുത്തായിരുന്നു. അപ്പം പുറമേ നല്ല സ്മോക്ക് എഫക്റ്റും വന്നു, ഉള്ളു നല്ല ജ്യൂസി ആയിട്ടുമുണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു കൊടുക്കാം. മൊത്തം ഇത് 10 മിനിറ്റാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. ഇപ്പം നിങ്ങൾ സാധാ ഫ്രൈങ് പാനിലാണ് ഈ ചിക്കൻ ടിക്ക ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ച് നിങ്ങൾക്കൊരു സ്മോക്ക് എഫക്റ്റും വേണമെങ്കിൽ കൊടുക്കാം. ഞാനപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഇത് ഈ പാനിൽ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി അതിൻ്റെ എഫക്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സ്മോക്ക് എഫക്റ്റ് ഒന്നും ഇനി കൊടുക്കുന്നില്ല. നമുക്ക് 10 മിനിറ്റ് ആയി. ഞാൻ കറക്റ്റ് ടൈം നോക്കുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് ഒരു സൈഡും, അത് കഴിഞ്ഞ് അത് ടേൺ ചെയ്തിട്ട് 5 മിനിറ്റ് മറ്റേ സൈഡും, അങ്ങനെ ടോട്ടൽ 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി, ഞാനും മോനും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം 10 മിനിറ്റ് കൊണ്ട് എത്ര ഈസിയാണ് നമ്മളുടെ ഡിന്നർ റെഡിയായി. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വളരെ ഈസി. അതിൻ്റെ മാരിനേഷന് ഉള്ള ടൈം മാത്രമേ ഉള്ളൂ. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചത് മാത്രമേ ഉള്ളൂ. കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ചീനിക്കിഴങ്ങ്, ഇവിടുത്തെ ചീനിക്കിഴങ്ങ് ഈ കളറാണ്. ഇത് പുഴുങ്ങിയിട്ടുണ്ട്. അത് ബോയിൽ ചെയ്ത് കുറച്ച് സലാഡും. ഇതാണിപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത്. ആദ്യം ഈ ചിക്കൻ ടിക്ക തന്നെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല അതിനാ തൈരിൻ്റെ ഒക്കെ ആ പുളിയും, അതുപോലെ ലെമൺ ജ്യൂസും ജിഞ്ചർ ഗാർലിക് എല്ലാം ചേർത്ത്, അതുപോലെ തന്നെ കസ്തൂരി മേത്തി, ഇതിൻ്റെ എല്ലാം കൂടെ ആ ഫ്ലേവറ് നല്ലവണ്ണം ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ എൻ്റെ ചാനലിൽ ഇപ്പം പുതിയ പുതിയ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് സ്ലോ കുക്ക് ചെയ്തെടുത്ത മട്ടൻ കറി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് ബിഗിനേഴ്സിനൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ സ്ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി, ഇതെല്ലാം റീസെൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ ഒന്ന് വിജയിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അത് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോഴാണ് എനിക്ക് ഒരു പ്രചോദനം നല്ല റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്ക് സ്റ്റേ സേഫ്. താങ്ക് യു. ബൈ നൗ.